അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ലൈലത്തുൽ ഖദർ എന്നാണ് സംഭവിക്കുക എന്ന് ആർക്കും വ്യക്തമായി അറിയില്ല. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലേക്ക് പല അടയാളങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി തങ്ങൾ ഹാഷിയത്തുൽ ഖുർദി എന്ന കിതാബിൻ്റെ 2-ാം വാള്യത്തിൽ ഉദ്ധരിക്കുന്നു, വമിൻ അലാമാതിഹ, ലൈലത്തുൽ ഖദറിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഇൻദൽ ബൈഹഖി, ഇമാം ബൈഹഖി തങ്ങളുടെ അരികിൽ, അന്നൽ മിയാഹൽ മാലിഹത്തി, ഉപ്പുവെള്ളം, കടലിലുള്ള ഉപ്പുവെള്ളം, തഅദുബു ഫി ലൈലത്തിഹ, ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് അത് ശുദ്ധവെള്ളമാകും, തെളിഞ്ഞ വെള്ളമാകും, ഉപ്പില്ലാത്ത വെള്ളമാകും. വദാഖ ഇബ്നു അബി ലൈല, അങ്ങനെ ഇബ്നു അബി ലൈല എന്നവർ കടൽ വെള്ളം രുചിച്ചു നോക്കി, മാ അൽ ബഹ്രി, കടൽ വെള്ളം രുചിച്ചു നോക്കി, ലൈലത്ത 27 റമളാൻ 27-ാം രാവിൻ്റെ അന്ന്. അങ്ങനെ ഫവജദഹു അദ്ബ, അത് ശുദ്ധവെള്ളമായി, ഉപ്പില്ലാത്ത വെള്ളമായി അദ്ദേഹത്തിന് എത്തിക്കുകയും ചെയ്തു എന്ന് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഉദ്ധരണിയിൽ കാണാൻ വേണ്ടി സാധിക്കും. അള്ളാഹു ഹൈറ് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ.